ഒന്ന് അടുത്തേക്ക്. ഈ രണ്ട് പേര് വെച്ചിട്ട് അതിഥികളൊന്ന് തെളിയിക്കേണ്ടതാണ്. ഒരു നല്ല കൈയടി. എനിക്കിതുവരും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ തിരി കുറവായതുകൊണ്ടാണ് കാര്യം വിളിക്കാത്തത്. Thank you so much. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633388575. ശരിക്കും പറഞ്ഞാൽ 150ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഫംഗ്ഷനോടുകൂടി നടത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ ഈ സിനിമയുടെ ഒരു ലാളിത്യം ഈ ചടങ്ങിനും ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഈ വേദിയിൽ നിന്ന് എന്നെ ഈ 150ാമത്തെ സിനിമ വരെ എത്തിച്ച എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ റൈറ്റേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു. ദൈവത്തിനോട് വലിയ സന്തോഷമുണ്ട്. ഈ സിനിമ പുതിയ തലമുറയിലെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ്. അതുപോലെ ഇതിന്റെ റൈറ്റർ അദ്ദേഹത്തിന്റെ 3ാമത്തെ 4ാമത്തെ 6ാമത്തെ നിന്ന നിപ്പിത്തന്നാണ് കേറി
അപ്പൊ അങ്ങനെ സിനിമകൾ കൂടട്ടെ. ഷാരിസ് അതുപോലെ സാഗർ ഇവർ 3 പേരുമാണ് ഈ സിനിമയുടെ കഥ പറയുന്ന സമയം തുടങ്ങി ഇവരൊരുമിച്ച്. ഞാൻ ആദ്യം കാണുന്നത് ബിന്ദുവിനെയും ഷാരിസിനെയാണ് ലിസ്റ്റും പോയി പറഞ്ഞിട്ട്. ആദ്യം ലിസ്റ്റിന്റെ കാര്യം പറയാം. ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നത്. പിന്നെ പല വേദികളിൽ വെച്ച് പരിചയപ്പെട്ടു. ആ പരിചയം ഇങ്ങനെ മുന്നിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ. എല്ലാ ഈ കഴിഞ്ഞ 7-8 വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയെ കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായിട്ടൊന്ന് കാണുന്ന ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണോ? അല്ല, ഒരു സിനിമയുടെ കാര്യം പറയാനാണ്. ഞാൻ പറഞ്ഞു, നേരിട്ട് സംസാരിക്കാം. അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത്. ഇവരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഈ സമയത്ത് എന്നെ വെച്ച സിനിമ ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു, ഈ സിനിമയുടെ കഥ നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിന്റെ കഥ കേട്ടു. ഷാരിസ് ആണ് വ്യക്തമായി പറഞ്ഞത്. ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് അത്രയും ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചിത്രമാണ്. കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല. അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാള് സർവൈവ് ചെയ്യാൻ, അയാള് മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷാരിസും ബിന്ദുവും പറഞ്ഞിരിക്കുന്നത്. അതിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിൽ. ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ ആരും ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞിട്ട് പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യുന്നിരിക്കുകയാണ്. നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ്. പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക. കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ താരങ്ങൾ, ഇപ്പൊ എന്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല. അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിന്റെ ടെക്നീഷ്യൻസ് ആണ്, അതിന്റെ റൈറ്ററാണ്, അതിന്റെ ഡയറക്ടറാണ്. അതിന്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്ക് താല്പര്യം. അപ്പൊ അങ്ങനെ അവൾ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനും പ്രിൻസിനെ ഇഷ്ടപ്പെടുന്നു. കാരണം ഇതില് ഓരോ മുഹൂർത്തങ്ങളും ജോഡി പറഞ്ഞ പോലെ തന്നെ ഷാരിസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് നമുക്ക് കാണാം അല്ലെ, ഷാരിസിന്റെ കണ്ണുകളിലൂടെ. അപ്പൊ ഷാരിസ് അത്രയും സ്ട്രെയിൻ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ, ഇതിങ്ങനെയാണ് ചേട്ടാ അങ്ങനെയാണ്. ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോണിനെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റൂടാ? കാരണം ഞാൻ ജോണിനെ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല, ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ തന്നെ പഠിക്കുന്നതെന്ന് തോന്നുന്നത്. നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം. അപ്പൊ കാണാത്ത എക്സ്പ്രഷനൊക്കെ ഞാൻ പറഞ്ഞു, ജോണി എന്തെങ്കിലും എനിക്ക് പറഞ്ഞുതരാ. ഇവര് ഒന്ന് പറയുമ്പോൾ നമ്മൾ വാല് മുറിയാൻ പാടില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടോ എനിക്കങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല അല്ലേ ഭാഗ്യത്തിന്. അപ്പോ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച് എന്റെ കൂടെ അഭിനയിച്ച സിദ്ദിഖ, ബിന്ദു, ധ്യാൻ, ജോസൂട്ടി, പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരൊക്കെ വന്ന് സംസാരിക്കുന്നതാണ്. പിന്നെ പറയാൻ വന്ന കാര്യം അത് പിന്നെ പറയാം, ലിസ്റ്റ് മറന്ന പോലെ തന്നെ. ഈ 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമയുടെ അധികം ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷാരിസും ബിന്ദുവും തന്നെ പറഞ്ഞു, നമുക്ക് ലളിതമായിട്ട് ഈ കാര്യം പറയാം. ഈ മെയ് 9 ഈ സിനിമ വരികയാണ്. ഈ മെയ് 9 വരുമ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, ഷാരിസ് ഇവിടെ ഗൂഗിളിനെ പരിചയപ്പെടുത്തി പടത്തിന്റെ ആർട്ടിസ്റ്റാന്ന് പറഞ്ഞ് ആ സാധനം ആരും എടുത്തോണ്ട് പണ്ട് നോക്കി പോകണം. 9-ാം തീയതി വരെ നമുക്കിത് പിടിച്ചു വെക്കണം.
അത് കഴിഞ്ഞ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുവരെ നിങ്ങൾ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി രഹസ്യമാക്കി വെച്ചേക്കണം. അപ്പോ ഈ സിനിമയിൽ നമ്മളെ ജോണി ചിരിപ്പിച്ച പോലെ ജോണിയുടെ കഥാപാത്രം നമ്മളെ ചിരിപ്പിക്കട്ടെ. നമ്മുടെ നായികന്മാര് നമ്മുടെ ഇതിൽ പുതിയതായിട്ട് അഭിനയിച്ച ഒരുപാട് പേരുണ്ട്. ഈ സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം ഈ സിനിമയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ ഫീൽ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു വെള്ളക്കടലാസ് പോലെ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ സിനിമ കാണാൻ വരിക, ഈ സിനിമ എൻജോയ് ചെയ്യുക, അത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ഈ സായാഹ്നത്തിൽ ഇവിടെ ഇന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഇവിടെ വന്ന എല്ലാവരോടും, എല്ലാ മീഡിയ സുഹൃത്തുക്കളോടും, മെയ് 9-നാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. നിങ്ങളെല്ലാവരും ഫാമിലിയോട് വന്ന് കാണുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, ഇപ്പോ ഇവിടെ എല്ലാവരും പറഞ്ഞു, ജോണിയൊക്കെ പറഞ്ഞു എൻ്റെ ഫാൻസിലെ സഹോദരങ്ങളെ കുറിച്ച്. അവരത്രയും ശക്തമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ആ സഹോദരന്മാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ ഒരു എന്താ പറയാ, ഫാമിലികൾ കൊണ്ട് നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ ഉടനെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നന്ദി, ഒരുപാട് നന്ദി. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് മാജിക് ഫ്രെയിംസ് സിനിമാസിന്റെ ഏറ്റവും പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു കൊച്ചു ഫംഗ്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഒരു പുതിയ ഡയറക്ടറും അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു റൈറ്ററുമാണ് ഇതിന്റെ മെയിൻ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അപ്പം ആ റൈറ്ററിലുള്ള എൻ്റെ ഒരു വിശ്വാസമാണ് ഈ സിനിമ ആദ്യമായി കമ്മിറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം. എന്ന് വെച്ച് ഇതിന്റെ ഡയറക്ടറെ വിശ്വാസം ഇല്ല എന്നുള്ളതല്ല, നമുക്കൊരു ഹിറ്റൊക്കെ കിട്ടുമ്പോഴാണല്ലോ ആളെ കുറച്ചുകൂടെ വിശ്വാസമാകുന്നത്. അതുകൊണ്ടിട്ടാണ് ഡയറക്ടറിന്റെ പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു ഡയറക്ടറും കൂടെ വരികയാണ്, ബിൻഡോ സ്റ്റീഫൻ. എൻ്റെ പേര് ലിസ്റ്റിൻ സ്റ്റീഫൻ ആയതുകൊണ്ടിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബ്രദറാണോ ബിൻഡോ സ്റ്റീഫൻ. അപ്പം എല്ലാവർക്കും നല്ല സമയമുണ്ട്, മോശം സമയമുണ്ട്. അപ്പം ദിലീപേട്ടന്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മോശം സമയത്തൂടെയാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് വേറൊന്നുമല്ല, ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. നിനക്ക് മലയാളത്തില് ഹീറോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ? പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോയിനെ വെച്ചിട്ടാണ് നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാള് കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതാണ് എൻ്റെ ഒരു ധൈര്യവും, ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യവും. ഇത് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുന്നു. ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് ദിലീപേട്ടന്റെ അടുത്ത് ഞങ്ങൾ എത്തിയത്. അതിലുപരി ഈ സിനിമ ചെയ്യുമ്പം ഞാനത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ടിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത്. ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ 1 മുതൽ എല്ലാം നല്ല കാര്യങ്ങളാണ്. ഞങ്ങളെല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തേക്കുന്നത്. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല, അല്ലെ, ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്നു മുതൽ ഈ സിനിമയുടെ ടൈറ്റിലില്ല, അഭിനയിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പം മുതല് നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരു സിനിമ എന്താണ് അതിൻ്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ, അല്ലെ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ഒക്കെ ടൈറ്റിൽ ആവശ്യമാവാം. എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്
നമ്മളെ സംബന്ധിച്ച്, പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കോണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചു, ദിലീപേട്ടൻ എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത്? അതിപ്പോ ലിസ്റ്റ് എന്നെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഇപ്പോഴല്ലേ ചെയ്യുന്നത്, പോയിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലാക്കിക്കോളും. ഞാനിത് കുറേ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുവാനായിട്ട് ഞാനിതിൽ ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെയുള്ള പോകുള്ളൂ. ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പോൾ. പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതിൽ കൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്, ഒരു ട്രാക്കിലൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്, ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പു തരുകയാണ്. കാരണം ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഈവൻ പറ്റിയിട്ടില്ല. ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പോൾ എല്ലാ സിനിമകളും നമ്മൾ ഇറക്കുമ്പോൾ പ്രേക്ഷകരുടെ അടുത്താണെങ്കിലും ഈ സിനിമ ഞങ്ങൾ ഇതിന്റെ ഒരു തുടക്കം മുതലേ ഇത് പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ്. എപ്പോഴും നമുക്കെപ്പോഴും ചലഞ്ച് എടുക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അതായത് ദിലീപേട്ടൻ ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് ദിലീപേട്ടന്റെ അതായത് പടങ്ങളിലുള്ള ഒരു ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്തിട്ട് ഞങ്ങൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടാണ്. ഇപ്പൊ ദിലീപേട്ടന്റെ കുറെ കോമഡി ട്രാക്കുകൾ ഇവനുണ്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ ഓരോ ലുക്ക് ആയിക്കോട്ടെ, അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. അപ്പം ദിലീപേട്ടന്റെ എന്ത് കാര്യങ്ങളാണോ ഈ സിനിമയിൽ വേണ്ട എന്ന് ഒരു പ്രേക്ഷകനായിട്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ സിനിമയെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ വേറൊരു സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ സിനിമ ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതിപ്പോ ഞാനായിക്കോട്ടെ, ഷാരിസ് ആയിക്കോട്ടെ, ബിൻഡോ ആയിക്കോട്ടെ. അപ്പം ഈ സിനിമ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. ഈ സിനിമ ഭയങ്കര ഹിറ്റടിക്കും, ഒരു വേറിട്ട സിനിമയായിരിക്കും, അങ്ങനെയൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഈ സിനിമ 100% നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പം അതിന്റെ ഇപ്പൊ ഇന്നലെ അതിന്റെ സെൻസർ കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു സിനിമയാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാ സിനിമയും നല്ല സിനിമയാന്ന് പറയും, പക്ഷേ ഒരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു പക്ക ഫാമിലി സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. ജോൺ ചേട്ടൻ ആയിക്കോട്ടെ, മഞ്ജു ചേച്ചി ആയിക്കോട്ടെ, സിദ്ദിഖ ആയിക്കോട്ടെ, നമ്മുടെ പുതിയ ആൾക്കാർ ഒരുപാട് പേര്, ജോസൂട്ടി ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഈ സിനിമ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയിൽ പറയാനുള്ളത്, നമ്മളൊരു മ്യൂസിക് ഡയറക്ടറെ, ഞാൻ എൻ്റെ വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ മ്യൂസിക് ഡയറക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ആ സിനിമ കുറച്ച് ലേറ്റ് ആയി പോയത് കൊണ്ടിട്ട് നമ്മൾ ആ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ സനൽ ദേവ് എന്ന് പറയുന്ന ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറെയാണ് നമ്മൾ ഈ സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ വേർഷൻ കണ്ടപ്പോൾ ഞാൻ അവനെ നെഗറ്റീവ്സ് ഒക്കെ ഒത്തിരി പറഞ്ഞിട്ട് ഇൻസ്പിറേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പടത്തിന്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ മിക്സ് ഒക്കെ ചെയ്യുന്ന, അതായത് മിക്സിംഗ് സമയം എന്ന് പറയുന്നതാണ് സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത്, സൗണ്ട് മിക്സിംഗ്. അപ്പോൾ മിക്സിംഗ് ചെയ്യുന്ന രാധാകൃഷ്ണൻ പറഞ്ഞത്, ഇത് ആരാണ് ഈ പടം സൗണ്ട് ചെയ്തത്, ഈ പടം എത്രയോ മേലിലേക്ക് അദ്ദേഹം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആളുടെ ഒരു ദിവസം കൂടെയാണ് ഇന്ന്. അപ്പം വളരെയധികം സന്തോഷം. ഇന്ന് ഈ ഫംഗ്ഷന് ഞാനായിട്ട് ആരെയെന്ന് എനിക്ക് വിളിക്കാനായിട്ട് പറ്റിയില്ല. മാജിക് ഫ്രെയിംസിന്റെ സൈഡിൽ നിന്നും ഞങ്ങളുടെ ഡയറക്ടറും റൈറ്ററൊക്കെയാണ് എല്ലാവരെയും വിളിക്കാനായിട്ട് പറ്റിയത്. നിങ്ങളുടെ ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ടീമിന്റെ മൊത്തത്തിലുള്ള നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം നിങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞ് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഞങ്ങൾ ദിലീപേട്ടൻ പല പല കോമഡിയും പറയും, നിങ്ങൾ ചിരിക്കണം, അതൊക്കെയാണ് ദിലീപേട്ടൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജോണി ചേട്ടൻ പറയില്ലേ? ഇല്ല. അപ്പം എല്ലാവർക്കും പറയാനുണ്ട്. എല്ലാവർക്കും നിങ്ങളായിട്ട് അവരവരുടെ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് വേറൊരു കാര്യം കൂടെ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വേറൊരു കാര്യം ആയതുകൊണ്ടിട്ട് തന്നെ ഈ സിനിമയുടെ കാര്യമല്ലാത്ത
ഒരു കാര്യം കൂടെ ആയതുകൊണ്ടിട്ട് ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയുന്നതാണ്. എനിവേ, താങ്ക് യു, നന്ദി. താങ്ക് യു സോ മച്ച്. എന്താ പറയുക, മാജിക് ഫ്രെയിംസിനെ പോലുള്ള വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി, പിന്നെ ദിലീപേട്ടൻ്റെ ഒരു പടം, ഇതൊക്കെ കിട്ടുമെന്നുള്ളത് വളരെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദി. ഈ ക്യാമറയ്ക്ക് മുന്നിലല്ല ബാക്കിൽ നിന്ന് പണിയെടുക്കാൻ താല്പര്യം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നല്ലൊരു കാര്യം. അടുത്ത ഞാൻ വിളിക്കാൻ പോകുന്ന ഇത്രയും പേരിൽ ഈ സിനിമ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ട ഒരാളെയാണ് സാഗർ ദാസ്, ഈ സിനിമയുടെ എഡിറ്റർ. എന്തിപ്പോ പറയാന്നറിയില്ല. ഞാൻ ബിൻഡോനെ ഉച്ചയ്ക്ക് കാണുമ്പോൾ ബിൻഡോ എന്തൊക്കെയോ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പുരിയത് ഇപ്പൊ പുരിയത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഇവിടെ പറയാനുള്ളത്. ഷാരിസ് മാസം ഇമോഷനൊക്കെ പറഞ്ഞ് കൈയിലേക്ക് വരികൂട്ടി. ഇനിയിപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രിൻസിനെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന മൂവി മായാമോഹിനിയായിരുന്നു. മായാമോഹിനിയിൽ ഞാൻ അസിസ്റ്റന്റ് സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് മൈ ബോസ് ആയിരുന്നു. അതിൽ ഞാൻ സ്പോട്ട് എഡിറ്ററായിട്ട് പ്രൊമോഷൻ കിട്ടി. ഇപ്പോൾ മെയിൻ എഡിറ്ററായിട്ട് ദിലീപേട്ടൻ്റെ ഫ്രെയിംസ്. എഡിറ്ററിൻ്റെ ലൈഫിലെ പല ഘട്ടങ്ങളിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ദിലീപേട്ടനൊപ്പം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് മ്യൂസിക്കിന് കൊടുക്കുന്നു, മ്യൂസിക് കിട്ടിയിട്ട് തിരിച്ച് നമ്മുടെ എഡിറ്റിംഗ് ടേബിളിൽ വരുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, പിന്നെ മ്യൂസിക്കിന് കൊടുക്കുന്നു, പിന്നെ എഡിറ്റിങ്ങിന് വരുന്നു, ട്രിം ചെയ്യുന്നു. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത് ക്യൂൻ സിനിമയിലായിരുന്നു ടീച്ചർ. പക്ഷെ ഇതിൽ ഞങ്ങളത് വെട്ടിച്ചു. അത്രത്തോളം തവണ അവിടെ ഇവിടെ ഇത് പോയി വന്നിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ അസിസ്റ്റൻസും അസോസിയേറ്റും അക്ഷയ് അർജുൻ എല്ലാവരും കൂടി ഉണ്ട്. എല്ലാവരെയും കൂടെ നല്ല ഹാർഡ് വർക്ക് ചെയ്തൊരു പടമാണ്. അതിൻ്റെ ഔട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും കാണുക, വിജയിക്കുക. താങ്ക് യു. അടുത്തായിട്ട് സിനിമയുടെ കാസ്റ്റിനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മഞ്ജു ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഇതൊരു ലിസ്റ്റിംഗ് ആൻഡ് ഫാമിലി ഗ്രൂപ്പാണ്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നതിലുപരി ലിസ്റ്റിംഗ് ആൻഡ് ഫാമിലി. കാരണം മാജിക് ഫ്രെയിംസിൻ്റെ രണ്ടാമത്തെ മൂവിയാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡിജോയുടെ മലയാളി ഫ്രം ഇന്ത്യ ആയിരുന്നു. അപ്പം മുതൽ അറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും. ബിൻജോ ആണെങ്കിലും ഷാരിസ് ആണെങ്കിലും എല്ലാവരും അറിയാവുന്നവരാണ്. ജോണി ചേട്ടൻ്റെ കൂടെ കുറേ സിനിമകൾ ചെയ്തു. പിന്നെ ദിലീപേട്ടൻ്റെ തുടക്കകാലം കൊണ്ട് ദിലീപേട്ടൻ അസോസിയേറ്റ് ആയിരിക്കുന്ന സമയം മുതൽ ദിലീപേട്ടനെ അറിയാവുന്നതാണ്. ആ സൗഹൃദം കൊണ്ട് നടക്കുന്നതാണ്. മിസ്റ്റർ ബട്ട്ലർ കഴിഞ്ഞിട്ട് അഭിനയിച്ച സിനിമ ഇതാണ്. ഇത്രയും നാൾ നീണ്ട് ഒരു കാലം വേണ്ടി വന്നു വീണ്ടും ഒന്നിച്ച് അഭിനയിക്കാൻ. എന്തായാലും വളരെ സന്തോഷം. ഇതിലും ഷാരിസും ബിൻഡോയ്ക്ക് ഇവിടെ നിന്നിട്ട് വികാരഭരിതമായിട്ട് സംസാരിക്കുന്ന കേട്ടപ്പോൾ അതിവിടെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ആ ഒരു ഡബിങ്ങിന് പോയിട്ട് എന്നെ ഒരു 4-5 പ്രാവശ്യം കറക്ഷന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അവരുടെ ഓരോ ഷാരിസൊക്കെ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയുന്ന കണ്ടിട്ടുണ്ട്. ഓരോ ഷോട്ടും ഞാൻ, കാരണം ആ ഡബ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രസവിച്ച് കഴിഞ്ഞ ഒരു അമ്മയുടെ അവസ്ഥയാണ് ഷാരിസിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. കരയട്ടെ, ഇപ്പോഴും ഇരുന്ന് കരയുക. രണ്ടാമത് ഷാരിസ്, ആ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക്, നിങ്ങളെടുത്ത എഫേർട്ട്, ആ ഒരു എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യം, അതിൻ്റെ എന്തായാലും ദൈവം തരാതിരിക്കില്ല. ലിസ്റ്റിലും ബാക്കിയുള്ളവരും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കാത്ത ഒരു സാധാരണ നല്ല കുടുംബ ചിത്രം. ആരെയും നിരാശപ്പെടുത്തില്ല. ഞാൻ അതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. കുറച്ച് വ്യത്യസ്തമായിട്ട് സാധാരണ
എല്ലാവരും പറയും പോലെ മഞ്ജുവിനെ പോലെ ഒരു ദാരിദ്ര്യവാസി ക്യാരക്ടറാണല്ലോ കിട്ടുന്നത് എല്ലാ സിനിമയിലും. ചിരിക്കണ്ട, നീ ഉൾപ്പെടെ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ദാരിദ്ര്യം ഉണ്ടെങ്കിലും കുറച്ച് ബോൾഡായിട്ടുള്ളൊരു നല്ല ക്യാരക്ടറാണ്. സോ താങ്ക് യു ലിസ്റ്റിൻ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ലൈഫിൽ ഫാമിലിയിൽ ഒരു പാട്ടാക്കിയതിൽ വളരെ സന്തോഷം. ഇനിയും ഈ യാത്രയിൽ ഞാൻ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ദിലീപേട്ട, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. അടുത്തതായി ദിലീപേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജോണി ചേട്ടൻ, ജോണി ആന്റണി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാജിക് ഫ്രെയിംസിന്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിനെ പണ്ടുപോലെ അറിയാം, എങ്കിലും ഈ കോൾ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്ക് തോന്നുന്നു ബിൻഡോയും ഷാരിസും ടോൺചേട്ടനുണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞതുകൊണ്ട് ലിസ്റ്റും പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ വരികയും ചെയ്തു. അതെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം അതിനുശേഷം ഇപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചു, ബിജുവിന്റെ അവറാച്ചൻ ആൻഡ് സൺസിൽ. അല്ല, ഞാൻ ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഈ ക്രൂവിനോടൊക്കെ. പക്ഷെ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഷൂട്ടിൽ നമ്മുടെ ഡയറക്ടറും കൂടെ ആയിരുന്നുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ലിസ്റ്റിൻ വേണ്ടതെല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഉള്ള ലിസ്റ്റിൻ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പുതിയ ഒരു കാര്യം ഞാൻ പറയാം. പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം കൊടുക്കുമ്പോൾ ഒരു ജീവിതമാണ് കൊടുക്കുന്നത്. 23 വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ഇന്ന് ഈ ജൂലൈ 4-ന് 22 വർഷമോ മൂന്ന് ഇറങ്ങിയിട്ട് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകുന്നു. അപ്പം നിങ്ങൾ ഇപ്പൊ ഒരു വിൻഡോ ഇറക്കുമ്പോൾ 10 കുടുംബങ്ങളുടെ അല്ല 100 കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും. ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽവിയും വരില്ല. പിന്നെ ദിലീപിന്റെ കാര്യം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള നടൻ ദിലീപാണ്. എന്റെ സുഹൃത്തായതുകൊണ്ട് എന്റെ നായകനായതുകൊണ്ട് പൊക്കി പറഞ്ഞ കണക്കുകൾ അതാണ് പറയുന്നത്, അത് മറക്കരുത്. സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറഞ്ഞ നായകനാണ്. അത് ദിലീപ് അർഹിക്കുന്നതാണ്. അത് ഇനിയും ദിലീപ് എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേര് ഡെയിലി ദിലീപേട്ടനോട് ഒരു കഥ പറയാൻ പറ്റുമോ, എനിക്ക് ദിലീപിൻ്റെ അടുത്തോട്ട് വിടാൻ പേടിയാണ്. ഇവിടെ ഇന്നലെ ഒരുത്തം വന്നൊരു കഥ പറഞ്ഞ് എന്തിനാ ജോലി എതിരാകുന്നത്, കാരണം ദിലീപിന്റെ ഇഷ്ടം എന്താ നമുക്കറിയാം. അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല, എന്തിനാ ഉള്ള കാര്യം പറ്റായിരിക്കുന്നത്. അപ്പൊ അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്നും നമുക്കറിയാം ചാനൽ തുറന്നാൽ ഒന്നെങ്കിൽ ദിലീപിന്റെ എത്രയോ പടങ്ങൾ, ഷാഫി ചെയ്ത പടങ്ങൾ, ഞാൻ ചെയ്ത പടങ്ങൾ, ലാൽജോസ് ചെയ്ത പടങ്ങൾ, എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നത്. തിളക്കമൊക്കെ എനിക്ക് തോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് പറയുന്നു, ദിലീപ് ഇത് സൂപ്പർ ഹിറ്റ് സിനിമയായി തീരും. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ. ഇത് തന്ന സാരീസ് നന്നായിട്ട് എഴുതി, വീണ്ടും നന്നായിട്ട് എടുത്തു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ഷാരിസിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മളിതിൽ ചില ഷാരിസ് വന്നിട്ട് ചോദിച്ചിട്ടാ ആ സീൻ ചോദിച്ചിട്ട് ഇങ്ങനെ അപ്പൊ നമ്മൾ എനിക്കത് തോന്നുന്നു കർത്താവേ ഇങ്ങനെ ശരിയാവും. അപ്പൊ നമ്മളോട് ഡോക്ടർ വന്നിട്ട് പറയാ, ഡോക്ടറിന്റെ ഒരു പേഷ്യന്റ് വന്നിട്ട് ചോദിക്കാം, കൊച്ചിന് പ്രശ്നമൊന്നുമില്ല, ചെറിയ വയറ്റുവേദന ഉള്ളതായിരിക്കും, എന്നാലും പേഷ്യന്റ് എന്റെ കൊച്ചിന് ഡോക്ടർ അപ്പൊ നമുക്ക് ഡൗട്ടാവും, ദൈവം രക്ഷപ്പെടില്ലേ എന്ന് പറഞ്ഞ സാരിസ് ചോട്ടോ എനിക്ക് തന്നെ കർത്താവ് ഞാൻ ചോദിച്ചാൽ ശരിയാവുമോ, പിന്നെ സംശയം തീർത്തില്ല. ഞാൻ റിലീസ് കഴിഞ്ഞിട്ട് ഒന്നോടെ പോകും, ശരിയായോ എന്നുള്ള ആ ഒരു അത്ര ഇതിനോടുള്ള ഒരു എന്നാ പറയേണ്ടത്, പ്രാണം കളഞ്ഞ് ഇതിനു വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഇത്രയും ഡെഡിക്കേഷൻ ഞാൻ ചാൾ സ്വരാജിൽ പോലും കണ്ടു. അതുപോലെ വിൻഡോയുടെ പ്രശ്നം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. വിൻഡോയ്ക്ക് ആരെയും പണക്കുന്ന ഇഷ്ടമല്ല, കേരള കോൺഗ്രസ് ആരെയും വിൻഡോ പണക്കില്ല. അത് കൃത്യമായി നിൽക്കാൻ അറിയാവുന്ന കൂത്താട്ട് പറഞ്ഞാൽ ക്രിസ്ത്യാനി. അപ്പം ഈ സിനിമ വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ റിയാസ് ദിലീപിന്റെ ഫാൻസിന്റെ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം അതൊക്കെ ചങ്ക്
കൊടുത്താണ് കൂടെ നിൽക്കുന്നത്. എനിക്കറിയാം, ഞാൻ അവരുടെ സേവനം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ ദിലീപിനൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവും.